ടി.ജി. മോഹൻദാസ് പണ്ട് ഞങ്ങൾ ക്ലബ് ഹൗസിലൊക്കെ സംസാരിക്കും, ഞങ്ങളുടെ കൂടെ വന്ന് സംസാരിക്കുകയും ഇസ്ലാമിനെ അടിക്കാനുള്ള വടിക്ക് വേണ്ടി അദ്ദേഹം വരികയും ഞങ്ങളോട് കൂടെ ഇരുന്ന് സംസാരിക്കുകയും ഇസ്ലാമിനെ അടിക്കുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്ത് അങ്ങനെ പോകുന്ന ടി.ജി. കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞങ്ങളോട് വന്നിരുന്ന് സംസാരിച്ചു. അദ്ദേഹം ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല. ലക്ഷ്യമെന്നാണ് ഇസ്ലാമിനെ അടിക്കുക, ക്രൈസ്തവരെ കൂടെ ചേർത്ത് ഇസ്ലാമിനെ അടിക്കുക എന്നത്. ഞങ്ങൾ കൃത്യമായിട്ട് നിലപാട് ക്ലബ് ഹൗസിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിനെ അടിക്കാൻ സംഘപരിവാറിന്റെ ആവശ്യം ഞങ്ങൾക്ക് വേണ്ട. ഇസ്ലാമിനെ അടിക്കുക എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ ശത്രുക്കളായിട്ട് കാണുന്നുള്ളതല്ല, മുസ്ലിങ്ങൾ ഞങ്ങളുടെ ശത്രുക്കളല്ല. ഇസ്ലാമിന്റെ ഭീകരവാദത്തെ, ഇസ്ലാമിന്റെ ആശയങ്ങളെ, ആശയപരമായിട്ടുള്ള വിമർശനമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അത് ഈ ക്രൈസ്തവ വിമർശനങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇപ്പോൾ അദ്ദേഹം ഒളിഞ്ഞും തെളിഞ്ഞൊക്കെ ക്രൈസ്തവരും ഹൈന്ദവരും ഒരുമിച്ച് നിൽക്കേണ്ടതാണ്, ഇതിനെ നേരിടേണ്ടതാണ്, ഇസ്ലാമിക ഭീകരവാദത്തെ നേരിടേണ്ടതാണെന്നൊക്കെ ആ നിലയിലൊക്കെ പറയും. നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ടാകുന്ന ക്രൈസ്തവർക്ക് നേരെ ഉണ്ടാകുന്ന സംഘപരിവാറിന്റെ ആക്രമണങ്ങളെ ഒരിക്കലും അദ്ദേഹം അതിനെക്കുറിച്ച് ഖേദം നടത്തുകയോ അതങ്ങനെ സംഭവിച്ചു പോയല്ലോ, അയ്യോ അതങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു, അത് ഹിന്ദുത്വ ഭീകരവാദമാണെന്ന് ഒരിക്കലും അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടില്ല. അതിനെക്കുറിച്ച് അദ്ദേഹം മിണ്ടത്ത് പോലുമില്ല. മറിച്ച് അതിനെ പലപ്പോഴും അതിനെ ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ആക്കി പറഞ്ഞ് ഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ശശികല ടീച്ചറിനെ പോലെ നന്നായി സംസാരിക്കാൻ കഴിവുള്ള ഒരാളാണ് ടി.ജി. മോഹൻദാസ്. ഇദ്ദേഹം ഈയിടയ്ക്ക് വളരെ കാര്യമായി തന്നെ ക്രൈസ്തവ വിമർശനം നടത്തിയിട്ടുണ്ട്. അത് ക്രിസ്ത്യൻ മിഷണറിമാരുടെ സേവനത്തെ പറ്റിയാണ്. ഗാന്ധിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ക്രൈസ്തവ മിഷണറിമാരെ വിമർശിക്കുന്നത്. ഗാന്ധി നടത്തിയ ക്രൈസ്തവ വിമർശനങ്ങളെ മിഷണറി പ്രവർത്തനം കൊണ്ടാണ് ഇവിടെ ഹിന്ദു അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ജനതയ്ക്ക് അവർക്ക് ഒരു പുരോഗമനം ഉണ്ടായത്, അവർ വിദ്യാഭ്യാസം ഉണ്ടായത്. ഇതൊക്കെ ഇങ്ങനെയൊരു വാദം, അത് ഇവർ ചെയ്തത് വലിയ ദ്രോഹമായിരുന്നു എന്ന് ആദ്യം പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. തീർച്ചയായിട്ടും ഗാന്ധി ക്രൈസ്തവ മിഷണറി പ്രവർത്തനത്തെ വിമർശിച്ചിട്ടുണ്ട്, ക്രൈസ്തവ ആശയങ്ങളെ വിമർശിച്ചിട്ടുണ്ട്, ഗാന്ധിയൻ ദർശനങ്ങളെ ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ട്. ഗാന്ധിയുടെ നിലപാടുകളോട് നമുക്കും വിയോജിപ്പുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ ഗാന്ധി ചെയ്ത നല്ല പ്രവർത്തനങ്ങളെ ഞങ്ങൾ ആ നിലയിൽ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഗാന്ധിയെ മാത്രം കൂട്ട് ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത്. അംബേദ്കറിനെ കൂട്ട് ചെയ്തില്ല. അംബേദ്കർ ക്രൈസ്തവ മിഷണറിമാരുടെ സന്നദ്ധ പ്രവർത്തനങ്ങളെ, സേവനങ്ങളെ വളരെ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരാളാണ് അംബേദ്കർ. അംബേദ്കറിന് ഒരിക്കലും ടി.ജി. ക്രിസ്ത്യൻ മിഷണറിമാരുടെ കാര്യം പറയുമ്പോൾ വോട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല.